വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12 ജനുവരി 2022 ന്യൂസുകളാണ്. ഇന്ന് നമുക്ക് 4 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ത്യ അപ്പീൽസ് അറ്റ് WTO, ഇന്ത്യ സൗത്ത് കൊറിയ ട്രേഡ് ടോക്സ്, പ്രൊട്ടക്ഷൻ വൾണറബിൾ വിറ്റ്നസസ് സേസ് സുപ്രീം കോർട്ട്, റെക്കഗ്നീഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഇൻ ഇന്ത്യൻ പ്രിസൺസ്. ഇങ്ങനെ 4 ടോപ്പിക്സ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ഇന്ത്യ അപ്പീൽസ് അറ്റ് WTO GS പേപ്പർ 3 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. ഇത് GS പേപ്പർ 2ന്റെ ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളത് ഓർത്തിരിക്കുക. റീസെന്റ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അവരുടെ റൂളിങ്ങിനെ കാര്യങ്ങളെതിരെയായിട്ട് ഒരു അപ്പീല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് ഡിസ്പ്യൂട്ട്മെന്റ് സെറ്റിൽമെന്റ് പാനലിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഷുഗറും ഷുഗർ കെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലോബൽ ട്രേഡ് നോംസിൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യ ചില മെഷേഴ്സ് എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ തലേദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന എന്താണ് ഡെവലപ്പിംഗ് കൺട്രി സ്റ്റാറ്റസിൽ തന്നെയാണ് ഇപ്പോഴും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അവരെ കാണുന്നത്. അതിൻ്റെ മുകളിലും ഒരുപാട് റേസിംഗ് കൺസേൺസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഡിസിഷന് മുകളിൽ. ഇന്ത്യ അപ്പീൽ കൊടുത്തിരിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അപ്പീലേറ്റ് ബോഡിയിലാണ്, വിച്ച് ഈസ് ദ ഫൈനൽ അതോറിറ്റി ഓൺ സച്ച് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. ഇന്ത്യ അപ്പീൽ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നതിന് റിവേഴ്സ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ മോഡ്, ലീഗൽ എഫക്റ്റ്, അതുപോലെ തന്നെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസ് റൂളിങ്സും ഒക്കെ എന്താണ് ഈ പറയുന്ന പാനലിന്റെ കാര്യങ്ങൾക്കെതിരെയാണ് അവർ അപ്പീൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാനലിന്റെ ഫൈൻഡിങ്, അതായത് ഈ ഷുഗർ മില്ലുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സ്കീംസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് അപ്ഗ്രഡേഷൻ, അങ്ങനെയുള്ള പല കോസ്റ്റുകളും കാര്യങ്ങളും എന്താണ് ഈ പറയുന്നത് ടേംസ് ഓഫ് റെഫറൻസിൻ്റെ, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മാക്സിമം അഡ്മിസിബിൾ എക്സ്പോർട്ട് ക്വാണ്ടിറ്റി അങ്ങനെയുള്ള സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പ്രകാരമുള്ള നോംസിൻ്റെ കീഴിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് വാദിക്കുന്നത്. നോക്കാം. ഓസ്ട്രേലിയ, ബ്രസീൽ, ഗോട്ട്മേല ഇവർ 3 പേരുമാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് അതുപോലെ തന്നെ എക്സ്പോർട്ട് സബ്സിഡി മെഷേഴ്സ് എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് അഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർവെയിലിംഗ് മെഷേഴ്സിന് എതിരെയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 പ്രകാരമുള്ള ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്സ് അല്ലെങ്കിൽ GATT ഇത്തരം കാര്യങ്ങൾക്ക് ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സപ്പോർട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ട് സബ്സിഡി മെഷേഴ്സും എന്നാണ് ഓസ്ട്രേലിയയും ബ്രസീലും ഗോട്ട്മാലയും അവകാശപ്പെടുന്നത്. ഈ 3 കൺട്രീസും കംപ്ലൈൻറ്റ് ചെയ്യുന്നതിടെ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്താണ് മിനിമം ലെവലായിട്ടുള്ള 10%നേക്കാൾ വാല്യൂ ആയിട്ടുള്ള ഷുഗർ കെയിൻ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലൂടെ ഈ പറയുന്ന അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിന് ഇൻകൺസിസ്റ്റന്റ് ആണെന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ അലീജഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് സബ്സിഡീസ് ബഫർ സ്റ്റോക്ക് സ്കീമുകളെയും അതുപോലെ തന്നെ മാർക്കറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സ്കീമുകളെയും എന്താണ് ആ സബ്സിഡീസും കാര്യങ്ങളും പ്രശ്നമാണ് എന്നുള്ളതും പറയപ്പെടും. ഓസ്ട്രേലിയ അക്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യ ആനുവൽ ഡൊമസ്റ്റിക് സപ്പോർട്ട് ഫോർ ഷുഗർ കെയിൻ ആൻഡ് ഷുഗർ സബ്സീക്വൻ്റ് ആയിട്ട് 1995-96 അതുപോലെ തന്നെ 2019 2009-10 കാലഘട്ടം വരെയുള്ള എക്സ്പോർട്ട് സബ്സിഡീസും കാര്യങ്ങളൊന്നും SCM അഗ്രിമെന്റിന്റെ പ്രൊവിഷൻസിന് അനുസരിച്ചിട്ടല്ല, അതിനുള്ള കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യാനും വിട്ടുപോകുന്നു എന്ന് കൂടി അവകാശപ്പെടുന്നു. ഒരു പാനല് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി എന്ന് പറയുന്ന ഒരു പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഈ കേസും അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർവെയിലിംഗ് മെഷേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം. അതിലൂടെ ഉദ്ദേശിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഗ്രിമെന്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർവെയിലിംഗ് മെഷേഴ്സ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിസിപ്ലിൻസ് ദ യൂസ് ഓഫ് സബ്സിഡീസ് ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ആക്ഷൻ കൺട്രീസ് ക്യാൻ ടേക്ക് ടു കൗണ്ടർ ദ എഫക്ട്സ് ഓഫ് സബ്സിഡീസ്. അതായത് സബ്സിഡീസും അതുപോലെ തന്നെ അതുമായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു അഗ്രിമെന്റ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഗ്രിമെന്റ് ഓൺ SIM അല്ലെങ്കിൽ സബ്സിഡീസ് ആൻഡ് കൗണ്ടർവെയിലിംഗ് മെഷേഴ്സ് എന്ന് പറയുന്നത്. ഈ അഗ്രിമെന്റ് പ്രകാരം ഒരു രാജ്യത്തിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് പ്രൊസീജിയറിനെ സീക്ക് ചെയ്യാൻ പറ്റും. അതായത് സബ്സിഡി അല്ലെങ്കിൽ ഇതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ് കാര്യങ്ങളുടെ റിമൂവലിന് വേണ്ടിയിട്ട് എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെടാവുന്നു. നെക്സ്റ്റ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചറിൽ എയിം ചെയ്തിരിക്കുന്നത് ട്രേഡ് ബാരിയറുകളും അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആക്സസിലൂടെ ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഒരു ഇന്റഗ്രേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ ഉദ്ദേശിക്കുന്നത്. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഗ്രികൾച്ചറൽ കമ്മിറ്റി ഓവർസീസ് ചെയ്യുന്നത് ഈ പറയുന്ന അഗ്രിമെന്റിന്റെ
ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ജനറൽ അഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് അല്ലെങ്കിൽ GATT എന്ന് പറയുന്നത് 1946 ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് പ്രകാരം ഒറിജിൻ ചെയ്തതാണ്. ഇത് വേൾഡ് വാർ II ശേഷമുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം എങ്ങനെയാണ് ഫൗണ്ടേഷൻ വേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF വേൾഡ് ബാങ്കും കൂടി ചേർന്നിട്ടാണ് തുടങ്ങുന്നത്. GATT അന്ന് സൈൻ ചെയ്തത് 23 കൺട്രീസ് ആണ് ജനീവയിൽ വെച്ച് 1947. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിലവിൽ വന്നത് എന്തിനൊക്കെയാണ്? ടു ഫേസ് ഔട്ട് ദ യൂസ് ഓഫ് ഇമ്പോർട്ട് കോട്ടകളെ ഫേസ് ഔട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെർക്കൻഡൈസ് ട്രേഡിനെ അവരുടെ ടാരിഫ് കാര്യങ്ങൾ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ GATT ആണ് ഈ ലോകത്തുള്ള ഓൺലി മൾട്ടിലാറ്ററൽ ഇൻസ്ട്രുമെന്റ് ഗവൺമെന്റ് ഇന്റർനാഷണൽ ട്രേഡ് 1948 മുതൽ ഇതുവരെ 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ GATT 1947 GATT 1994 വരെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് വന്നു. അതിനുശേഷം എന്താണ് ഉറുഗ്വേ റൗണ്ട് ഓഫ് GATT-യിലാണ് 1987 ടു 1994 കേസിൽ മാർക്കഷ് അഗ്രിമെന്റ് പ്രകാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ജനറൽ ആയിട്ട് നമുക്കിപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നോക്കാം. അവർ പറയുന്ന കംപ്ലൈന്റ് എല്ലാം എന്താണ്? ഇന്ത്യയുടെ മാർക്കറ്റിലും സപ്പോർട്ടിന് ഷുഗർ കെയിന് കൊടുക്കുന്നതെല്ലാം ഒരിക്കലും വയലേഷൻ ആവുന്നില്ല. അതെല്ലാം എന്ത് തന്നെയാണ്? അഗ്രിമെന്റ്സിന്റെ അകത്ത് വരുന്നതും അതുപോലെ തന്നെ SCM അഗ്രിമെന്റിന്റെ ആർട്ടിക്കിൾ 3 പ്രകാരം എന്താണ്? അത് ഇപ്പോഴും ഇന്ത്യക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പാനലിന്റെ ഫൈൻഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു ഇന്റർനാഷണൽ ട്രേഡ് റൂൾ വയലേഷൻ ആണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 5 കോൺസിക്യൂട്ടീവ് ഷുഗർ സീസൺസിന്റെ കേസിൽ 2014 തൊട്ട് 2018-19 കാലഘട്ടം വരെ ഇന്ത്യ എന്താണ്? നോൺ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് സ്പെസിഫിക് ഡൊമസ്റ്റിക് സപ്പോർട്ടാണ് ഷുഗർ കെയിന് കൊടുത്തിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഇന്ത്യ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഈ പറയുന്ന മിനിമം പ്രൈസസ് ഒരിക്കലും സെൻട്രലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല പേ ചെയ്യുന്നത്, പക്ഷേ ഷുഗർ മില്ലുകളാണ് പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രൈസ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ത്യ വാദിക്കുന്നത്. പാനലിന്റെ റെക്കമെൻഡേഷൻ ഇന്ത്യ എന്താണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള മെഷേഴ്സിൽ കൺഫോമിറ്റി കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ട് എന്താണ്? ഇതിൽ ഈ പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള സബ്സിഡീസ് കാര്യങ്ങൾ ഇന്ത്യ വിഡ്രോ ചെയ്യണമെന്നാണ് പാനലിന്റെ റെക്കമെൻഡേഷൻ. പക്ഷേ നമുക്ക് എന്താണ്? ഇത്തരം ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ റിഡ്രസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പ്യൂട്ട് റിഡ്രസൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട്. അത് പ്രകാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പറിന് എന്താണ്? ഒരു ജനീവ ബേസ്ഡ് മൾട്ടിലാറ്ററൽ ബോഡിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. നോർമലി ബൈലാറ്ററൽ കൺസൾട്ടേഷൻ ആണ് ഇതിൻ്റെ ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഇതിന്റെ റിപ്പോർട്ടുകളെയും കാര്യങ്ങളും പാനലിന്റെ റൂളിങ്സിനൊക്കെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ അപ്പലേറ്റ് ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലഞ്ച് ചെയ്യാനും കൂടി പറ്റും. ഈ അപ്പലേറ്റ് ബോഡി ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മെമ്പർ കൺട്രീസിന്റെ ഡിഫറൻസസ് കാരണം എന്താണ്? നല്ല രീതിയിലല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ US ഒക്കെ എന്താണ്? അവിടുത്തെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 ഡിസ്പ്യൂട്ടുകൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് തന്നെയാണ് ഇതുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇത്രയും കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതെന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യ സൗത്ത് കൊറിയ ട്രേഡ് ടോക്സ് ആണ്. GS പേപ്പർ 2-ലെ ലുക്ക് ഈസ്റ്റ് ടു ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എഫക്ട് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് കൺട്രീസ് ഓഫ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്ന ഒന്നാണ്. റീസെന്റ് ട്രേഡ് മിനിസ്റ്റർ ഓഫ് സൗത്ത് കൊറിയ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ടെക്സ്റ്റൈൽസുമായിട്ട് ചില ഡിസ്കഷൻസ് കാര്യങ്ങൾ നടന്നു. അതിൽ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് സെപ്പ അപ്ഗ്രഡേഷനാണ്. അതായത് 2 കൺട്രീസും കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് അല്ലെങ്കിൽ സെപ്പയുടെ അപ്ഗ്രഡേഷൻ നെഗോഷിയേഷൻസ് ആണ്. അതുപോലെ തന്നെ ബിസിനസ് ടു ബിസിനസ് ഇന്ററാക്ഷൻസ്, ട്രേഡിലും ഇൻവെസ്റ്റ്മെന്റിലും ഇൻഡസ്ട്രീസ് ഓഫ് ലീഡേഴ്സ് എന്ത് ചെയ്തു? 2 രാജ്യത്തിന്റെ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് കൂട്ടണം എന്നുള്ളതാണ് പറയുന്നത്. ബയലാറ്ററൽ ട്രേഡിന് ഒരു ടാർഗറ്റ് കൂടി വെക്കുന്നു. ഇന്ത്യയും സൗത്ത് കൊറിയയും ബയലാറ്ററൽ ട്രേഡ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് $50 ബില്യൺ ആണ്. 2030 ആവുമ്പോഴേക്കും $50 ബില്യൺ അച്ചീവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ അഗ്രിമെന്റ് അല്ലെങ്കിൽ മ്യൂച്വലി അഗ്രി ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഏതൊരു മീറ്റിംഗ് നടക്കുമ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ്? ബയലാറ്ററൽ ട്രേഡ് കാര്യങ്ങൾ കൂട്ടണം. ഇന്ത്യയുടെയും കൊറിയയുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യണമെന്നും അത് വളരെ ഫെയർ ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിൽ വേണം. 2 ആൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന ഒരു രീതിയിൽ തന്നെ ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതും അവർ സംസാരിച്ചിട്ടുണ്ട്.
ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $5 ബില്യൺ ആയിരുന്നു 2008-09 ഉണ്ടായിരുന്നത്. അത് $8 ബില്യൺ ആയിട്ടുണ്ട് 2020-21 കേസിൽ. ട്രേഡ് ഡെഫിസിറ്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സ് എന്താണ് അവരുടെ പല കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊറിയയിലേക്ക്, സ്റ്റീൽ, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കൂടി നേരിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ക്ലിയർ ചെയ്യപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഫ്രീ ട്രേഡ് പാക്റ്റ് ആണ്. അതായത് സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ മറ്റു പല എക്കണോമിക് പാർട്ട്ണർഷിപ്പ് വേണ്ട ഏരിയയിൽ എന്താണ് ട്രേഡ് ഫെസിലിറ്റേഷനും കസ്റ്റം കോപ്പറേഷനും അതുപോലെ തന്നെ കോമ്പറ്റീഷനും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നെഗോസിയേഷൻ കാര്യങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രേഡ് പാക്ട് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. നോർമലി ഉള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനേക്കാൾ കൂടുതൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇതെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് അല്ലെങ്കിൽ കോപ്പറേഷൻ അഗ്രിമെന്റ് എന്ന് പറയാം. അത് നോർമലി സെപ്പ എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ആസ്പെക്ട് ആണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് അതുപോലെ തന്നെ അഗ്രിമെന്റുകൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂസ് ആയിട്ട് മാറുന്നത് അതിനെ പഠിക്കുന്നതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇന്ത്യയുടെ സെപ്പാസിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓൾറെഡി സൗത്ത് കൊറിയയും ജപ്പാനുമായിട്ട് ഈ പറഞ്ഞ സെപ്പ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAEയും എന്താണ് ഇതുപോലുള്ള നെഗോഷിയേഷൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ടും എന്താണ് ഈ പറയുന്ന സെപ്പ അഡ്വാൻസ് ചെയ്യാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യ സൗത്ത് കൊറിയ റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി ഇന്ത്യ വളരെയധികം റോളുള്ള ഒരു രാജ്യം തന്നെയാണ് കൊറിയയുടെ കേസിൽ. കൊറിയൻ വാർ 1950-53 കാലഘട്ടം തൊട്ട് തന്നെ അവിടെ സീസ് ഫയർ അഗ്രിമെന്റ് കൊണ്ടുവരാൻ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങൾ തീർക്കുന്നതിനൊക്കെ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയലാറ്ററൽ റിലേഷൻഷിപ്പിനെ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പായിട്ട് നമ്മളിതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ സദേൺ പോളിസിയിലേക്ക് ഇന്ത്യ വളരെയധികം ഒരു മേജർ റോള് തന്നെയാണ്. അവരുടെ ഇമ്മീഡിയറ്റ് റീജിയനിൽ ചില എക്സ്പാൻഡിങ് റിലേഷൻസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഇന്ത്യ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയ നമ്മൾ കാണുന്ന ആക്ട് ഈസ്റ്റ് പോളിസിയുടെ വളരെയധികം എയിം ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത്. അവിടെയുള്ള എക്കണോമിക് കോപ്പറേഷൻ ആയാലും അതുപോലെ തന്നെ കൾച്ചറൽ ടൈസും സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പും ഒക്കെ ഈ പറയുന്ന ഏഷ്യ പസഫിക് റീജിയനിൽ നമ്മളും സൗത്ത് കൊറിയയും തമ്മിൽ നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്. ട്രേഡ് റിലേഷൻ്റെ കേസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആനുവൽ ബയലാറ്ററൽ ട്രേഡ് കാര്യങ്ങൾ ഏകദേശം $21.5 ബില്യൺ ഒക്കെയാണ് 2014. $20 ബില്യൺ എന്ന് പറയുന്ന ആ ഒരു മാർക്ക് ക്രോസ് ചെയ്യുന്ന 2018 തൊട്ട് തന്നെ ഈ പറയുന്ന ട്രേഡ് റിലേഷൻ വളരെ നന്നായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി 2030 ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ബയലാറ്ററൽ റിലേഷൻ്റെ ഭാഗം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ സെപ്പയുടെ കാര്യം പറയേണ്ടി വരും. കോംപ്രഹെൻസീവ് എക്കണോമിക് കോപ്പറേഷൻ അഗ്രിമെന്റ് എന്താണ് ഇന്ത്യ 2010 തൊട്ട് തന്നെ സൗത്ത് കൊറിയയുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊറിയയിൽ ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒന്നാണ് കൊറിയ പ്ലസ് ഫെസിലിറ്റേഷൻ സെൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വേണ്ടിയാണ്. അതുപോലെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന് കാര്യങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. സൗത്ത് കൊറിയയുടെ ടോട്ടൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം സെപ്റ്റംബർ 2020 കാലഘട്ടത്തോടു കൂടി $6.94 ബില്യൺ ആണ് ഇന്ത്യയിലേക്ക് സൗത്ത് കൊറിയ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫൻസ് സെക്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പല അഗ്രിമെന്റുകൾ കോപ്പറേറ്റീവ് അഗ്രിമെന്റ് കാര്യങ്ങൾ ഡിഫൻസിലും ലോജിസ്റ്റിക്സിലും നമ്മൾ MOUs ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമൊക്കെ സൗത്ത് കൊറിയൻ കോസ്റ്റ് ഗാർഡ്സും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്സും ഒക്കെ പല എക്സസൈസുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഹയോബ്ലിയോക്ക് 2018 എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ചെന്നൈയിൽ നടത്തിയ ഒരു ജോയിന്റ് എക്സസൈസ് തന്നെ. അപ്പോൾ ഇത് പ്രകാരം ഇവിടെയുള്ള കോസ്റ്റ് ഗാർഡ്സിന് എന്താണ് മാരിടൈം സെക്യൂരിറ്റി ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ഡിഫൻസ് പ്രോഗ്രാമാണ് എന്നുള്ളത് കൂടി. അതുപോലെ തന്നെ ഇന്ത്യ കൊറിയ ഫ്രണ്ട്ഷിപ്പ് പാർക്കൊക്കെ എന്താണ് ഡൽഹി കണ്ടോൺമെന്റ് ഏരിയയിൽ ഓൾറെഡി ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇന്ത്യ എന്താണ് ഇവരായിട്ട് വളരെയധികം ലിങ്ക് ഉണ്ട്. ഇനി കൾച്ചറൽ ടൈസ് ആണെന്നുണ്ടെങ്കിലും എന്താണ് പിൽഗ്രിമേജ് ടു ദ 5 കിങ്ഡംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം കാര്യങ്ങളും കൊറിയൻ ബുദ്ധിസ്റ്റ് മോങ്ക അങ്ങനെയുള്ള കുറേ പേര് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല കൾച്ചറൽ സെന്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതികൾ കൊണ്ടും ഒരു മൾട്ടിലാറ്ററൽ പ്ലാറ്റ്ഫോം എന്ന നിലയിലും ഒക്കെ എന്താണ് ഇന്ത്യ കൊറിയ റിലേഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്ടിങ് വൾണറബിൾ വിറ്റ്നസസ് സുപ്രീം കോടതി GS പേപ്പർ 2 ജഡ്ജ്മെന്റ് ആൻഡ് കേസസ് അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് പ്രൊട്ടക്ടിങ് വൾണറബിൾ വിറ്റ്നസസ് എന്ന് പറയുന്നത്. റീസെന്റ് സുപ്രീം കോടതി എക്സ്പാൻഡ് ചെയ്തു എന്തിന്റെ കാര്യം വൾണറബിൾ വിറ്റ്നസ് എന്താണ് എന്നുള്ളതിന്റെ മീനിങ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ വൾണറബിൾ വിറ്റ്നസസിന്റെ കേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്ഷൽ അസോൾട്ട് വിക്ടിംസ്,
അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരും സ്പീച്ച് ഓർ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ 1996 വെർഡിക്റ്റ് പ്രകാരം ഇതുപോലുള്ള സിമിലർ ഡയറക്ഷൻസ് കാര്യങ്ങൾ പിന്നെ 2004 2017 കൊടുത്തിട്ടുണ്ട്. ഹൈക്കോർട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള കോർട്ടുകളും കാര്യങ്ങളൊക്കെ നന്നാണ് ഈ പറയുന്ന വൾണറബിൾ വിറ്റ്നസസിന്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനും അഡോപ്റ്റ് ചെയ്യുന്നതിനുമായിട്ട്. വൾണറബിൾ വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചൈൽഡ് വിറ്റ്നസിന് മാത്രമല്ല വൾണറബിൾ വിറ്റ്നസ് എന്ന് പറയുന്നത്. അത് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കുറച്ചുകൂടി ബ്രോഡർ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് ഇനി നോക്കാൻ പോകുന്നത്. ഏജ് ന്യൂട്രൽ ആയിട്ടുള്ള വിക്ടിംസ് ഓഫ് സെക്ഷൽ അസോൾട്ട്, അതുപോലെ തന്നെ ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള സെക്ഷൽ അസോൾട്ട് വിക്ടിംസ്, സെക്ഷൻ 377 IPC പ്രകാരം അൺനാച്ചുറൽ ഒഫൻസസിന് ബാധകമാകുന്ന ജനറൽ ന്യൂട്രൽ വിക്ടിംസും, വിറ്റ്നസസ് സഫറിംഗ് ഫ്രം മെൻ്റൽ ഇൽനെസ് 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം മെൻ്റൽ ഇൽനെസ് ഉള്ള ആൾക്കാരും എന്താണ് ഈ പറഞ്ഞ വൾണറബിൾ വിറ്റ്നസിൻ്റെ കേസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വിറ്റ്നസ് വിത്ത് ത്രെറ്റ് പെർസെപ്ഷൻ, അതായത് സ്പീച്ച് അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ മറ്റു പല ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരോ അതിൽ നിന്ന് സഫർ ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ വൾണറബിൾ വിറ്റ്നസസിൻ്റെ കേസിൽ വരാവുന്നു. വൾണറബിൾ വിറ്റ്നസ് ഡെപ്പോസിഷൻ സെൻറ്റർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് എല്ലാ ഹൈക്കോർട്ടുകൾക്കും അഡോപ്റ്റ് ചെയ്യാനും നിർദ്ദേശം കൊടുത്ത ഒന്നാണ് വൾണറബിൾ വിറ്റ്നസ് ഡെപ്പോസിഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു വിത്തിൻ 2 monthsന്റെ അകത്ത് വാലിഡ് ആവണമെന്നാണ് പറഞ്ഞത്. ഇതെന്ന് പറയുന്ന ഒരു സേഫ് ആൻഡ് ഫ്രീ ബാരിയർ ആയിരിക്കും. അതായത് അവരുടെ എവിഡൻസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് ഈ പറയുന്ന വൾണറബിൾ വിറ്റ്നസസിന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് വൾണറബിൾ വിറ്റ്നസ് ഡെപ്പോസിഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അത് അൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റേഴ്സിൻ്റെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു VWDC എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് കൂടി സുപ്രീം കോടതി ഹൈക്കോടതിയോട് നിർദ്ദേശിക്കുന്നുണ്ട്. സെൻസേറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സുപ്രീം കോടതി വീണ്ടും പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. റീസെൻ്റ്ലി ചീഫ് ജസ്റ്റിസ് ഓഫ് ജമ്മു കാശ്മീർ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ഗീത മിത്തലിനെയാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ VWDC ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റീസിനും ഈ പറയുന്ന രീതിയിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസിങ് സ്കീമുകൾ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് കൂടി അവരോട് പറയുന്നുണ്ട്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് നോക്കാം. 2018 സുപ്രീം കോടതി അപ്രൂവ് ചെയ്തൊരു കാര്യമാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം 2018 എന്ന് പറയുന്നത്. അതിലൂടെ എയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റ്നസിനെ ഡിപ്പോസ് ചെയ്യാൻ ഫിയർലെസ്ലി അതുപോലെ തന്നെ ട്രൂത്ത്ഫുള്ളി ഡിപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രൊട്ടക്ഷൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ്. വിറ്റ്നസ്സുകളുടെ ടെസ്റ്റിഫൈ ചെയ്യുന്നത് ഫ്രീലി ആവുന്നത് അവരുടെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൻ്റെ പാർട്ടായിട്ട് കൂടി വരുന്നതാണ്. ഈ സ്കീം കാര്യങ്ങൾ ആർട്ടിക്കിൾ 141 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 142 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് കൂടി വരുന്ന ഒന്ന് തന്നെയാണ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം 2018 എന്ന് പറയുന്നത്. ഈവൻ ആ ഒരു സ്കീം എന്ന് പറയുന്നത് എന്താണ് പാർലമെൻറ്റിൽ ഇന്നും പെൻഡിങ് തന്നെയാണ്. സുപ്രീം കോടതി അത് എത്രയും പെട്ടെന്ന് ആ ഒരു സ്കീം ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ കമ്മീഷൻ്റെ പല റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് വേഴ്സസ് അനിരുദ്ധ് സിംഗ് 1997 കേസിലും മലിമാത് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രകാരം ഒക്കെ ഈ പറയുന്ന വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്നാണ് പല രേഖകളിലും ഉള്ളത്. അപ്പോൾ അത്തരമുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാത്ത പക്ഷം മറ്റു പല ആൾക്കാരും എന്താണ് വിറ്റ്നസ് ആയിട്ട് വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ജസ്റ്റിസ് നിരസിക്കപ്പെടേണ്ട അവസ്ഥകൾ വരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സ്കീമാണിത് എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മളല്ല ആക്ച്വലി അറിയേണ്ടത്. ഒരുപാട് സ്കീമുകൾ അമെൻമെൻറ്റുകൾ നടത്തുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നടത്താൻ അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെക്കഗ്നിഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഇൻ ഇന്ത്യൻ പ്രിസൺസ്. സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ GS പേപ്പർ 2 ഇഷ്യൂസ് റിലേറ്റഡ് ടു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി യൂണിയൻ ഹോം മിനിസ്ട്രി എല്ലാ ഹെഡ് ഓഫ് പ്രിസൺസിനും ഒരു അഡ്വൈസറി കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ്സിലും UTസിലൊക്കെ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ടു എൻഷുർ പ്രൈവസി ഡിഗ്നിറ്റി ഓഫ് ദ തേർഡ് ജെൻഡർ ഇൻമേറ്റ്സ്. അക്കോർഡിംഗ് ടു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഏകദേശം 70 ട്രാൻസ്ജെൻഡർ പ്രിസേഴ്സ് ആണ് നമ്മുടെ ജയിലുകളിൽ 2020 കൗണ്ടിനകത്ത് വരുന്നത്. ഈ ഒരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 പ്രകാരമാണ് ഈ ഒരു അഡ്വൈസറി നമ്മൾ ഇഷ്യൂ ചെയ്തത്. നോക്കാം.
പ്രിസൺസിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ സെപ്പറേറ്റ് എൻക്ലോസേഴ്സ് ഓർ വാർഡ്സ്, ഈ പറയുന്ന അതുപോലെ തന്നെ സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ ഷവർ ഫെസിലിറ്റീസ് കാര്യങ്ങൾ, ട്രാൻസ്മെന്റിനും ട്രാൻസ്വുമനും അവരുടെ റൈറ്റ് ടു പ്രൈവസി അതുപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ഇൻമേറ്റ്സും പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ റെസ്പെക്ട് സെൽഫ് ഐഡന്റിറ്റി. ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് എന്താണ് അവരുടെ അഡ്മിഷന്റെ സമയത്ത് പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ എക്സാമിനേഷൻ, ഫ്രിസ്കിങ്, ക്ലോത്തിങ്, അതുപോലെ തന്നെ പോലീസ് എസ്കോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ പ്രിസൺസിന്റെ അകത്തുള്ള കെയർ ആണെങ്കിൽ പോലും അവരുടെ സെൽഫ് ഐഡന്റിറ്റി ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്താണ് നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അക്വയർ ചെയ്യുന്ന ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള റിക്വസ്റ്റ് കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതും പറയാം. പിന്നെ സെർച്ച് പ്രോട്ടോകോളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഏത് ജെൻഡറാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ചുള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ പാരാമെഡിക് ട്രെയിൻഡ് ആയിട്ടുള്ള കണ്ടക്ടിങ് സെർച്ചസ് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സെർച്ചുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീർച്ചയായിട്ടും അവരുടെ സേഫ്റ്റിയും പ്രൈവസിയും ഡിഗ്നിറ്റിയും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സെർച്ച് പ്രോട്ടോകോൾസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇനി പ്രിസണിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. മെയിലും ഫീമെയിലും ജെൻഡർ ആണ് ഇപ്പോഴത്തെ ഉള്ളത്. അത് റിവൈസ് ചെയ്തിട്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് സ്യൂട്ടബിളി റിവൈസ് ചെയ്യാൻ പറയാം. പ്രിസൺ മാനേജ്മെന്റ് സിസ്റ്റമിന്റെ ഇലക്ട്രോണിക് റെക്കോർഡ്സിലും ഇത് പ്രകാരമുള്ള ഒരു സിമിലർ പ്രൊവിഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹെൽത്ത് കെയറിന്റെ കേസിൽ എങ്ങനെയൊക്കെയാണ് ആക്സസ്? ട്രാൻസ്ജെൻഡർ ഇൻമേറ്റ്സിനും ബാക്കി ഏതൊരു ജെൻഡറിനും കൊടുക്കുന്ന അതേ രീതിയിലുള്ള ഈക്വൽ റൈറ്റ് തന്നെയാണ് ഹെൽത്ത് കെയറിനുള്ളത്. യാതൊരു രീതിയിലും അവരുടെ ഐഡന്റിറ്റി വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്താൻ പറഞ്ഞു. അതുപോലെ തന്നെ പുറത്തുള്ള വേൾഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ സഹിതമാണ് ഫാമിലി മെമ്പേഴ്സിനെയോ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സിനെയോ വെൽഫെയർ അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ ഓഫീസേഴ്സ് ഇതിനൊക്കെ ഉള്ള മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതും കൂടി ഈ അഡ്വൈസറിയിൽ പറയുന്നുണ്ട്. ഇനി പ്രിസൺ പേഴ്സണൽസ് ഇതിന് പ്രകാരമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാനും കൂടി ഈ പറയുന്ന, അതായത് അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ എന്താണ്, അതിനു വേണ്ടിയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഇവർ കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് പ്രകാരമുള്ള ഒരു അവയർനെസ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനും കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കേസിൽ മേജർ ഇനീഷ്യേറ്റീവ്സ് ട്രാൻസ്ജെൻഡേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് 2019. ഇത് പ്രകാരം ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ജെൻഡർ ആയിട്ട് തന്നെ അവരുടെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെന്റ്സിലും നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014 പ്രകാരം ട്രാൻസ്ജെൻഡറിനെ തേർഡ് ജെൻഡർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഡീക്രിമിനലൈസ് ചെയ്ത ഒന്നാണ് പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 377 ഇന്ത്യൻ പീനൽ കോഡ് 2018 റീഡ് ഡൗൺ ചെയ്തത്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ റൂൾസ് 2020 പ്രകാരം ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പവേഴ്സ് കാര്യങ്ങൾ കൺഫെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഉണ്ട്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ റൈറ്റ്സും റൂൾസും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒന്നാണ്. അതുപോലെ തന്നെ ഷെൽട്ടർ ഹോം ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്ന് പറയുന്ന സ്കീമുകൾ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഇനി പ്രിസൺ ആക്ട് ആൻഡ് ട്രാൻസ്പേഴ്സൺസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രിസൺ ആക്ട് 1894 പ്രകാരമാണ്, ഇന്ത്യൻ പ്രിസൺ ആക്ട്സ് പ്രകാരമാണ് പ്രിസൺസിന്റെ അഡ്മിനിസ്ട്രേഷനും റെഗുലേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് എന്താണ് സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി മൈനോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. പക്ഷെ കാലത്തിനനുസരിച്ചിട്ട് ഈ പറയുന്ന പല ജഡ്ജ്മെന്റുകൾ പ്രകാരം, നെൽസ ജഡ്ജ്മെന്റ് പ്രകാരമൊക്കെ ആർട്ടിക്കിൾ 14, 15, 21 എന്നതൊക്കെ പ്രകാരം എന്താണ് ലീഗൽ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും ട്രാൻസ്പേഴ്സൺസിനും ബാധകമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ട്രാൻസ്പേഴ്സൺസിന് എന്താണ് പ്രിസണുകളും അല്ലെങ്കിൽ അതുമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് ഇന്ത്യൻ പ്രിസൺസിൻ്റെ അകത്ത് എന്താണ് അവരുടെ ഐഡന്റിറ്റിയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനീഷ്യേറ്റീവ് എന്താണ് അവരുടെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വളരെയധികം പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊരു തേർഡ് ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും കാണണമെന്നും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 3 കാര്യങ്ങളാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ കൊടുത്ത അപ്പീൽ, അതുപോലെ തന്നെ സൗത്ത് കൊറിയ ഇന്ത്യ ട്രേഡ് ടോക്സ് നടന്നിട്ടുണ്ടായിരുന്നു, വിറ്റ്നസ്സുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് സുപ്രീം കോടതി പറയുന്നതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ഇന്ത്യൻ പ്രസൻസിലെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിന്ന് തിരിച്ചറിഞ്ഞു.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.